സർക്കാർ ജീവനക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു സുപ്രധാന തീരുമാനമാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും ലീവ് സറണ്ടർ ആനുകൂല്യം റദ്ദാക്കിയെന്ന സർക്കാർ ഉത്തരവാണ് വിവാദത്തിന് കാരണമായിരിക്കുന്നത്. സർക്കാർ പറയുന്നത് സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ ഭാഗമായുള്ള നടപടിയാണെന്നാണ്. മറുവശത്ത് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് വർഷങ്ങളായി ലഭിച്ചിരുന്ന ഒരു അവകാശമാണ് ഇല്ലാതാകുന്നത് എന്നുമാണ്. ഒരു സർക്കാർ ജീവനക്കാരന് ഓരോ വർഷവും ജോലി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആർജിത അവധി അഥവാ ഏൺഡ് ലീവ് ലഭിക്കും. ഈ അവധികൾ ഉടൻ ഉപയോഗിക്കണമെന്നില്ല. വർഷങ്ങളോളം അവ ശേഖരിച്ചു വയ്ക്കാം. പിന്നീട് ആവശ്യമുള്ളപ്പോൾ അവധി എടുക്കുന്നതിന് പകരം അതിന്റെ മൂല്യം ശമ്പളമായി വാങ്ങാം. ഇതിനെയാണ് ലീവ് സറണ്ടർ അല്ലെങ്കിൽ ലീവ് എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ പരമാവധി 30 ദിവസത്തെ അവധി ഇത്തരത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. വിരമിക്കുമ്പോൾ പരമാവധി 300 ദിവസത്തെ ആർജിത അവധിയും ഒരുമിച്ച് എൻക്യാഷ് ചെയ്യാൻ നിയമം അനുവദിച്ചിരുന്നു. 2026 മെയ് 18 അധികാരമേറ്റ UDF സർക്കാർ ജൂൺ 11 പുറത്തിറക്കിയ ഉത്തരവിലൂടെയാണ് വാർഷിക ലീവ് സറണ്ടർ ആനുകൂല്യം അവസാനിപ്പിച്ചത്. വർഷങ്ങളായി സർക്കാർ ജീവനക്കാർ ആശ്രയിച്ചിരുന്ന ഈ സാമ്പത്തിക സഹായമാണ് ഇപ്പോൾ ഇല്ലാതായത് എന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആരോപിക്കുന്നത്. പ്രത്യേകിച്ച് താഴ്ന്ന ശമ്പളക്കാരായ ജീവനക്കാർക്ക് കുടുംബ ചെലവുകൾ, വിദ്യാഭ്യാസം, ചികിത്സ, വായ്പാ തിരിച്ചടവ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ലീവ് സറണ്ടർ തുക വലിയ സഹായമായിരുന്നു. അതിനാൽ ഈ തീരുമാനം നിരവധി കുടുംബങ്ങളെ സാമ്പത്തികമായി ബാധിക്കുമെന്നാണ് അവരുടെ ആശങ്ക. കേരളത്തിൽ ലീവ് സറണ്ടറിന്റെ ചരിത്രം ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച ഒന്നാണ്. 1988 LDF സർക്കാർ ലീവ് സറണ്ടർ 45 ദിവസം വരെ അനുവദിച്ചിരുന്നു. 1992 അധികാരത്തിലെത്തിയ UDF സർക്കാർ അത് 15 ദിവസമായി കുറച്ചു. തുടർന്ന് 1998 LDF സർക്കാർ വീണ്ടും ആനുകൂല്യം വർദ്ധിപ്പിച്ചു. എന്നാൽ 2002 UDF സർക്കാർ ലീവ് സറണ്ടർ പൂർണ്ണമായും നിർത്തലാക്കി. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന AK ആന്റണി സർക്കാർ ജീവനക്കാർ 12 മാസം ജോലി ചെയ്ത് 13 മാസത്തെ ശമ്പളം വാങ്ങേണ്ടതില്ല എന്ന നിലപാട് പ്രകടിപ്പിച്ചതാണ് വലിയ വിവാദമായത്. പിന്നീട് അധികാരത്തിലെത്തിയ LDF സർക്കാരുകൾ വീണ്ടും ലീവ് സറണ്ടർ പുനഃസ്ഥാപിച്ചു. അതിനുശേഷം കേരളത്തിൽ വർഷങ്ങളോളം ജീവനക്കാർക്ക് ഈ ആനുകൂല്യം ലഭിച്ചു വരികയായിരുന്നു. ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരവധി ശക്തമായ സമരങ്ങൾ നടന്നിട്ടുണ്ട്. 1983 ലീവ് സറണ്ടർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ NGO യൂണിയന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു. ആ സമരത്തിനിടെ പോലീസിന്റെ ലാത്തി ചാർജിൽ NGO യൂണിയൻ ജനറൽ സെക്രട്ടറി വേണുഗോപാലൻ നായർക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവവും കേരളത്തിന്റെ സമരചരിത്രത്തിൽ ശ്രദ്ധേയമാണ്. 2002 ലീവ് സറണ്ടർ പൂർണ്ണമായും നിർത്തലാക്കിയതിനെതിരെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും 32 ദിവസം നീണ്ട പണിമുടക്ക് നടത്തി. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ സർക്കാർ ജീവനക്കാരുടെ സമരങ്ങളിലൊന്നായി അത് വിലയിരുത്തപ്പെടുകയും ചെയ്തു. തുടർന്ന് ഭരണമാറ്റം വന്നപ്പോൾ സമരവുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികൾ പിൻവലിക്കുകയും ലീവ് സറണ്ടർ വീണ്ടും പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു. 2021 വരെ കേരളത്തിൽ ലീവ് സറണ്ടർ സാധാരണ രീതിയിൽ ലഭ്യമായിരുന്നു. പിന്നീട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ശക്തമായ സാഹചര്യത്തിൽ ചില കാലയളവുകളിൽ ലീവ് സറണ്ടർ അനുവദിക്കുന്നതിൽ കാലതാമസം നേരിട്ടു. എന്നാൽ അന്നും ഇത് സ്ഥിരമായി റദ്ദാക്കിയില്ലെന്നും സാമ്പത്തിക സാഹചര്യം മെച്ചപ്പെടുന്ന മുറയ്ക്ക് ജീവനക്കാർക്ക് ആനുകൂല്യം ലഭ്യമാകിരുന്നുവെന്നും LDF സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ പുതിയ സർക്കാർ വാർഷിക ലീവ് സറണ്ടർ തന്നെ റദ്ദാക്കിയതോടെയാണ് വീണ്ടും വലിയ വിവാദം ഉയർന്നിരിക്കുന്നത്. ലീവ് സറണ്ടർ ഒരു സാമ്പത്തിക ആനുകൂല്യം മാത്രമല്ല, സർക്കാർ ജീവനക്കാരുടെ ദീർഘകാല സേവനവുമായി ബന്ധപ്പെട്ട അവകാശമായാണ് പലരും കാണുന്നത്. അതേസമയം സർക്കാർ സാമ്പത്തിക നിയന്ത്രണങ്ങളുടെ ഭാഗമായി ഈ തീരുമാനം ന്യായീകരിക്കുമ്പോൾ ജീവനക്കാരുടെ സംഘടനകൾ ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന നടപടിയാണെന്നാണ് വാദിക്കുന്നത്.